എറണാകുളം വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കപ്പലിനാണ് തീപിടിച്ചത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അതേസമയം പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് സ്വകാര്യ ഷിപ്പ്യാർഡ് പ്രവർത്തിച്ചിരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് കപ്പലിൽ തീപിടുത്തമുണ്ടായത്. വൈപ്പിൻ ബ്ലൂ സീ ഷിപ്പ്യാർഡ് എന്ന സ്വകാര്യ കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച വിശാലാക്ഷി എന്ന ചരക്ക് കപ്പലിലാണ് തീപിടുത്തം. കപ്പലിൽ നിന്നും തീയും പുകയും ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട കപ്പൽ ജീവനക്കാർ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അംഗമടക്കമുള്ളവർ എത്തി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ചു വരുത്തി. പുകയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അത്മാതിരി ഭയങ്കര ശ്വാസം മുട്ടതൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ ആകപ്പാടെ ഷിപ്പിൽ 7 പേര് ക്രൂ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സാറുമാരും ഉണ്ടായിരുന്നു, മറ്റേ സെക്യൂരിറ്റിക്കാർ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവരൊന്നും ഭയങ്കര അത് കഴിഞ്ഞാണ് ഈ ഇത്രയും ഫയർഫോഴ്സ് വന്നത്. അല്ലാണ്ട് ഇവിടെ അത്രനേരം ആരും ഉണ്ടായിരുന്നില്ല. അപ്പുറം 4 പേരുണ്ടായിരുന്നില്ല. 4 യൂണിറ്റ് ഫയർഫോഴ്സും കൊച്ചി കപ്പൽശാലയിൽ നിന്നും തീയണക്കുന്ന കപ്പലുമെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പഞ്ചായത്ത് അനുമതിയില്ലാതെയാണ് സ്വകാര്യ കപ്പൽശാല പ്രവർത്തിച്ചിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇവിടെ ഈ ഷിപ്പിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സാൻഡ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ കുട്ടികൾക്കുൾപ്പെടെ ജനങ്ങൾക്കുൾപ്പെടെ മാരകമായ അസുഖങ്ങൾ വരുത്തുന്ന രീതിയാണ്. അതിനെതിരെ ആണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിന് അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു പഞ്ചായത്ത് ലൈസൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ പരാതിയും കാര്യങ്ങളും നിൽക്കുന്നതുകൊണ്ട് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല. അതുകൂടെ തന്നെ പൊല്യൂഷൻ വിഷയം ഉണ്ടായിരുന്നു. പൊല്യൂഷൻ വിഷയം ഞങ്ങൾ പല രീതിയിൽ കമ്പനി ഉന്നയിച്ച ശേഷം അവരതിനുവേണ്ടിയുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. തീപിടുത്തത്തിൽ ആളപായമൊന്നുമില്ല. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലക്ഷദ്വീപിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതാണ് കപ്പൽ. അമൃത ന്യൂസ്, കൊച്ചി.